യു പി സ്കൂളിൽ ഹിരണ്യകശിപുവിന്റെ നാടകം അവതരിപ്പിക്കുക. അപ്പൊ ഹിരണ്യകശിപുവിന്റെ നാടകം അവതരിപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ എന്താണ് ഹിരണ്യകശിപുവിന്റെ കഥ എന്നൊന്ന് നമുക്ക് പറയണമല്ലോ. മകൻ പ്രഹ്ലാദൻ അച്ഛൻ പഠിച്ച പള്ളിക്കൂടത്തിലല്ലാക്കി പഠിക്കേണ്ടത്, നാരായണന്റെ യൂണിവേഴ്സിറ്റിയിലാണ്. ആ മന്ത്രമാണിക്ക് വലുത്. മകനെ തിരുത്താൻ ശ്രമം നടത്തി. മകൻ പറഞ്ഞ അനുസരിക്കുന്നില്ല. വിഷ്ണുവിന്റെ ഭക്തനാണ്. ഒടുവിൽ ദേഷ്യം വന്നു. വാളൂരി ദേഷ്യത്തിന്റെ മാക്സിമം എത്തി. ഹിരണ്യകശിപു, നിന്റെ നാരായണൻ എവിടെ കൊണ്ടടാ പറ. തൂണിലും തുരുമ്പിലും ഉണ്ട്. അപ്പൊ അവിടെ ഒരു തൂണുണ്ട്. അപ്പൊ ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്നു. തൂണ് വാളുകൊണ്ട് കെട്ടി. വെട്ടിയപ്പോ നരസിംഹം അതിൽ നിന്ന് ചാടി എന്നുള്ളതാണ് കഥ. ഇതിപ്പോ നാടക രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നാടകം കണ്ടവരും ഒക്കെ പല അനുഭവവും ഉണ്ടാവും. ഞാൻ എഴുതിയിട്ട് സംവിധാനം ചെയ്ത നാടകങ്ങൾ കോഴിക്കോട് ടൗൺ ഹാളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ പണ്ടെന്നോ അഭിനയിച്ച ഒരു സുഹൃത്ത് കാണാൻ വരും. ഞാൻ ഓർക്കും അദ്ദേഹം പറഞ്ഞു, നാടകത്തിലെ ഡയലോഗാണ്, അതുകൊണ്ടാണ് തന്നെ ഞാൻ കെട്ടാൻ കയറുമായി വന്നത്. കയറെടുക്കാൻ പറഞ്ഞിരിക്കുന്നു. എന്നെ കെട്ടാൻ കയറുമായി വന്നത് എന്ന് പറയുമ്പോൾ ഞാനും നാടകം നോക്കിയിരിക്കുകയാണ് സംവിധായകനായിട്ട്. പക്ഷെ അയാളൊരു ബ്രാക്കറ്റിൽ കയറില്ലാന്ന് മനസ്സിലുണ്ട്. കയറ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അബദ്ധമില്ലാതെ പോയി. ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഇഷ്ടം പോലെ പറയാൻ ഉണ്ടാകും. യു പി സ്കൂളിൽ നാടകം അവതരിപ്പിക്കുമ്പോൾ ഹെഡ് മാസ്റ്ററാണ് ഹിരണ്യകശിപു. ഒരു പയ്യൻ, വളരെ കുസൃതിയായുള്ളൊരു പയ്യനാണ് മകനായിട്ട് അഭിനയിക്കുന്നത്, പ്രഹ്ലാദ്. അപ്പൊ താരതമ്യേന കഴിവുള്ളവർക്ക് ചില കുസൃതിയൊക്കെ ഉണ്ടാവും, ചില വികൃതിയൊക്കെ തീർച്ചയാണ്. നിവൃത്തിയില്ല. പക്ഷെ ഇവൻ നന്നായി അഭിനയിക്കുന്നതുകൊണ്ടാണ് ഇവൻ ആ റോള് കൊടുത്തത്. അപ്പോ ഇതിലെ ഫലിതം എന്താന്ന് വെച്ചാൽ, ഹിരണ്യകശിപു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഒരു തിളയ്ക്കുന്ന ഡയലോഗ് പറഞ്ഞു. പയ്യൻ തെറ്റിക്കാതെ പറഞ്ഞു, നിന്റെ നാരായണൻ ഇപ്പോ എവിടെ ഉണ്ട് എന്ന് ചോദിച്ചു. തൂണിലും തുരുമ്പിലും ഉണ്ട്. ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചു. ഇനി വെട്ടാൻ പോവുക. പയ്യൻ പറഞ്ഞു ഇല്ല. കുടുങ്ങിയോ? ചിലപ്പോ ക്ലാസ് പഠിപ്പിക്കുമ്പോ വികൃതി കാണിച്ചതിന് തല്ലിയേണ്ട പ്രതികാരമാണോ പയ്യൻ കാണിക്കണത് സ്റ്റേജിൽ വെച്ചിട്ട്. കഥ എന്താണെന്ന് ആൾക്കൂട്ടത്തിന് അറിയാം. ഓഡിയൻസ് അങ്ങോട്ട് കൂവാനും ചിരിക്കാനും തുടങ്ങി. ഹിരണ്യകശിപു കുടുങ്ങിയെന്ന്. ഹെഡ്മാഷ്, ആളുകൾ അദ്ദേഹത്തെ ഹെഡ്മാഷായിട്ടും ഹിരണ്യകശിപു ഇട്ടാ കാണുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൂടിയൊക്കെ നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് വീണ്ടും ആദ്യത്തെ ഡയലോഗ് മുതൽക്ക്, പയ്യന് തെറ്റിയതാണെങ്കിൽ അബദ്ധം വരണ്ട, വാളൊക്കെ കാണിക്കേണ്ടത് ധോണി ഞാൻ വെട്ടാനാണ്. ഡയലോഗിനെ കൃത്യമായിട്ട് പറഞ്ഞു. നിന്റെ മഹാവിഷ്ണു എവിടെ ഉണ്ട്? തൂണിലും തുരുമ്പിലും ഉണ്ട്. ഈ തൂണിലില്ലടാ. ഇല്ല. പയ്യനെ മൂത്തൊരു ബാവൂലി. ജനക്കൂട്ടം കൂവി വിളിക്കാൻ തുടങ്ങി. ഹിരണ്യകശിപു കുടുങ്ങി. പയ്യന്റെ മുഖത്ത് ഭാവഭേദമൊന്നുമില്ല. അവനൊരു വികൃതി പയ്യനാണ്.
എന്തു ചെയ്തത്? ആദ്യം മുതൽക്ക് വീണ്ടും തുടങ്ങി. അവസാനത്തെ ഡയലോഗ് ഒന്ന് മാറ്റി, നേര് പറയടാ ഇതിനകത്തില്ലേതാക്കി. നേര് പറയടാ ഇതിനകത്തില്ലേ. പയ്യൻ ഒരു മടിയില്ലാതെ, ഇല്ല. അവിടെ വെച്ച് തള്ളാൻ പറ്റുമോ ഹിരണ്യകശിപുവിന്? നാടകം ആകെ കൊള്ളാവില്ലേ? ക്ലൈമാക്സ് സീനല്ലേ, അതിനു മുമ്പുള്ള സീനൊക്കെ അഭിനയിച്ചു കഴിഞ്ഞു, പയ്യൻ ഡയലോഗ് തെറ്റിച്ചിട്ടില്ല. ഒന്നുകൂടി ട്രൈ ചെയ്തിട്ട് നേര് പറയടാ ഈ തൂണിനകത്തില്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പോഴും ഇല്ല എന്ന് പറഞ്ഞപ്പോ ഹെഡ്മാഷ് ബുദ്ധി പ്രയോഗിച്ചു ഹിരണ്യകശിപു. ശരി, നീ ഇല്ല എന്ന് പറഞ്ഞിരുന്നാലും ഞാനൊന്ന് പരീക്ഷിക്കട്ടെ. പയ്യൻ കുടുങ്ങി. അപ്പൊ കഥയുടെ സസ്പെൻസ് ഇതല്ല, ഇയാള് വെട്ടാൻ തുടങ്ങുക. പയ്യൻ ഇല്ല എന്ന് പറഞ്ഞത് കറക്റ്റാണ്. മലയാളം മാഷാണ് നരസിംഹമായിട്ട് വേഷം കെട്ടിയിട്ട് അപ്പുറത്തെ തൂണിന്റെ പിറകിലാ നിൽക്കണതേ. മലയാളം മാഷക്ക് ദേഷ്യം വന്ന് നിൽക്കാൻ വയ്യ. തെറ്റ് പറ്റിയത് ഹിരണ്യകശിപു അവരുടെ ഹെഡ്മാഷക്ക. ഈ തൂണിൽ വെട്ടിയിട്ട് മറ്റേ തൂണിന്റെ അവിടുന്ന് ചാടുക, അങ്ങനെ ഉണ്ടോ പതിവ്? ആ തൂണി ചാടുന്നത്. ഇത് നല്ല പോലെ അറിയാവുന്നതാണ്. കുട്ടി കുസൃതിയായിട്ടല്ല, അവനൊരു കുസൃതിയും കാണിച്ചിട്ടല്ലേ അവൻ പറഞ്ഞത് സത്യമാണ്. ഇതിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ കുട്ടിക്ക് പറയാൻ പറ്റുമോ? ഇതിനകത്തല്ല, അപ്പുറത്തെ തൂണിന്റെ പിറകിലാണ് മലയാളം മാഷ് ഒളിച്ചിരിക്കണമെന്ന് പറയാൻ പറ്റുമോ കുട്ടിക്ക്? പറഞ്ഞ അതിലേറെ കൊള്ളാവില്ലേ? മലയാളം മാഷ് പറഞ്ഞു, എവിടെയാണെങ്കിലും വെട്ടുമാഷെ ഞാൻ ഇവിടുന്ന് ചാടിക്കൊള്ളാന്നു. എവിടെയെങ്കിലും വെട്ടുമാഷെ ഞാൻ ഇവിടുന്ന് ചാടിക്കൊള്ളാന്ന് പറയുമ്പോ അത് ഈ ഹെഡ്മാഷ് കേക്കത്തിലാണ് പറഞ്ഞതെങ്കിലും അതിൻ്റെ അടുത്ത് മൈക്കുണ്ടായതുകൊണ്ട് ആ ഓഡിയൻസ് 3000 പേരും അത്യുച്ചത്തിലാണ് കേട്ടു. ചിലപ്പോ ഈ പ്രോമിറ്റ് ചെയ്യുന്നൊക്കെ കേക്ക് മടുത്ത് നിൽക്കുന്നവര് ഡയലോഗ് പ്രോമിറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് മൈക്കിലൂടെ എല്ലാവരും അത് കേട്ടു, എല്ലാരും കൂടി കൂവി, നാടകം കൊളായി, ഇതൊരു ഫലിതമായിട്ട് മാറി. ജീവിതത്തിൽ ഇതുപോലുള്ള ഫലിതങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു ഭാഗം ആണ്. പലപ്പോഴും ഞാൻ തിരക്കഥ എഴുതിയ സിനിമയോ സീരിയലൊക്കെ ഷൂട്ടിംഗ് സമയത്ത് അവിടേക്ക് ചെല്ലുമ്പോൾ വളരെ ഫലിതങ്ങൾ പറയാണ്ടാവും. ഓരോരുത്തർക്ക് പറ്റുന്ന മണ്ടത്തരം, അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഇനി നമ്മൾ ജീവിതത്തിലേക്ക് വരൂ. ജീവിതം എന്നുള്ളത് ചിരിക്കാനുള്ളതാണ്. ചിരിക്കാനാണ് ജീവിതം. ഇത് ചിരിക്കാനുള്ളതല്ല എന്ന് പറയുന്നവരുണ്ട്. ആധ്യാത്മിക കാര്യങ്ങളാണെങ്കിൽ ആദ്യമേ പ്രഭാഷകർ വന്നിട്ട് ഇത് ചിരിക്കാനുള്ള വിഷയമല്ല എന്നൊക്കെ പറയാറുണ്ട്. ചിരിക്കാനുള്ളതാണ് ജീവിതം. കണക്കുമാഷയുടെ മുഖത്തെ ഗൗരവം ഉണ്ടല്ലോ, ആരവിടെ ചിരിച്ച്? ചിരിക്കാനും കൂടിയാണ് ജീവിതം. അതുകൊണ്ട് ഏത് കാര്യം പറയുമ്പോഴും അതിൻ്റെ ഫലിതൊന്ന് നമുക്ക് ആസ്വദിക്കണം. അന്ന് ആ ഹെഡ്മാഷായുള്ള ഹിരണ്യകശിപു യഥാർത്ഥ തൂണ് നോക്കി അപ്പുറത്താണ് നിന്നതെങ്കിൽ ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ടാകുമായിരുന്നില്ല. ഇതാരോ തലയിൽ തോന്നിയതായിരിക്കാം, ഉള്ളതായിരിക്കാം, കേട്ട കഥയായിരിക്കാം. പക്ഷേ ഇടയ്ക്ക് ബസ്സിലൊക്കെ ഇരുന്നിങ്ങനെ പോകുമ്പോൾ മൂഡ് ഔട്ടായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ വരുമ്പോൾ ഞാൻ ഈ കഥയെക്കുറിച്ച് ആലോചിക്കും. ആ പയ്യനും ഹിരണ്യകശിപുവിൻ്റെ വേഷം കെട്ടിയ ഹെഡ്മാസ്റ്ററുടെ രൂപവും ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്ന് പറയുമ്പോൾ അതിലില്ല എന്നാ പയ്യൻ പറയുമ്പോൾ ആ മാനസികാവസ്ഥയും പിന്നീടുള്ള മാറ്റമൊക്കെ രസകരമായൊരു വിഷയമാണ്. ഇന്ന് ജന്യം ഈ ദിനത്തിൽ ഇങ്ങനൊരു വിഷയം പങ്കിട്ടു എന്നേ ഉള്ളൂ. എല്ലാവർക്കും